ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. വീണ്ടും ഒരു ബീട്രൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി 2 ബീട്രൂട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കുക. ബീട്രൂട്ടിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. മിക്സിയുടെ ജാറിനകത്തോട്ട് വറുത്ത അരിപ്പൊടി 1 കപ്പ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, മധുരത്തിന് ആവശ്യമായിട്ട് 2 സ്പൂണ് പഞ്ചസാരയാണ് ഇവിടെ ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്തോളുക. പിന്നെ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കുക. വീണ്ടും നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരുന്ന ബീട്രൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചുകൊണ്ട് വരിക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ ഫോളോ ചെയ്യാതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയുന്നത്. ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്ന ബീട്രൂട്ടിനകത്തോട്ട് വറുത്ത അരിപ്പൊടി 1 കപ്പ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്തോളുക. കുറച്ച് മധുരമൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 സ്പൂൺ പഞ്ചസാര ചേർക്കുക. 2 ഏലയ്ക്ക, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട്, അത് കട്ടയൊന്നും കെട്ടാതെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് സ്റ്റീം ചെയ്യാനെ കൊണ്ട് ആവശ്യമായ ഒരു പാത്രത്തിനകത്ത് ഇറക്കി വെക്കാൻ പാകത്തിന് ഒരു പാത്രമാണ് വേണ്ടുന്നത്. അതിനകത്തേക്ക് നെയ്യോ ബട്ടറോ ഏതെന്ന് വെച്ചാൽ തടവിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇഡലിക്കുട്ടമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാനെ കൊണ്ട് പാകത്തിനായിട്ട് ഒരു പാത്രം തയ്യാറാക്കി എടുക്കുക. അതിനകത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിൻ്റെ മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല നിരപ്പായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കുക. ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ബീട്രൂട്ടൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ പോലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. ഞാൻ തയ്യാറാക്കിയ ബീട്രൂട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.